എല്ലാവർക്കും അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നൊരു ടോപ്പിക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. കളിയും കാര്യത്തിനോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി ആരോഗ്യം ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യത്തെ കൂടി സംസാരിക്കാം എന്ന് കരുതുന്നു. അപ്പം ഞാൻ അത് തന്നെ പറയട്ടെ, ഞാനൊരു MBBS കാരിയോ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ MBA ആണ് പഠിച്ചത്. ഞാനിപ്പോൾ ഒരുപാട് ഫ്രീ ആണ്, അതായത് ഞാനിപ്പം UAE-യിലാണ്. അപ്പം എൻ്റെ മോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് ബുക്ക് വായിക്കാനും ഒരുപാട് വീഡിയോസ് കാണാനൊക്കെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് മിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ഗ്യാസ് റിലേറ്റഡ് ഡിസീസ്, അല്ലേ? ഗ്യാസ്ട്രോളജിക്കൽ ഡിസീസ് എന്ന് പറയുന്നത് പ്രായഭേദമന്യേ, അതായത് ചെറിയ കുട്ടികളിലും യുവാക്കളിലും മധ്യവയസ്കരിലും ഒക്കെ എല്ലാവരെയും അലട്ടുന്ന ഒരു കാര്യമാണ് ഈ ഗ്യാസ്ട്രോളജിക്കൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ ഡെയിലി റൊട്ടീനിൽ വന്ന ചേഞ്ചസ് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാർക്കും സമയമില്ല, അല്ലേ? മിക്ക ജോലി ചെയ്യുന്ന ആൾക്കാർക്കും സമയമില്ല. നമ്മൾ എന്തിനാ ശരിക്കും ജോലി ചെയ്യുന്നേ? നന്നായി ഭക്ഷണം കഴിക്കാനും നന്നായി സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും തന്നെ വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. എന്നാലോ ഇന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് മിക്ക IT ഫീൽഡാവട്ടെ, മെഡിക്കൽ ഫീൽഡാവട്ടെ, ലോജിസ്റ്റിക്സ് ഫീൽഡാവട്ടെ, ഏത് ഫീൽഡായിക്കോട്ടെ, ഇവർക്കൊന്നും കൃത്യസമയത്ത് കൃത്യ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാൻ ഇന്ന് സമയം കിട്ടുന്നില്ല. ഇത് തന്നെയാണ് ഗ്യാസ്ട്രോളജിക്കൽ ഡിസീസസിന് ഒരു മെയിൻ കാരണമായി പറയുന്നത്. ഇന്നത്തെ ആൾക്കാർക്ക് സമയക്കുറവ് മൂലം തന്നെ ആരും ചവച്ചരക്കാതെയാണല്ലേ ഭക്ഷണം കഴിക്കുന്നത്. കുട്ടികളാണേലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നിവ കണ്ടുകൊണ്ട് അമ്മമാർ കൊടുക്കുന്ന ഭക്ഷണം വിഴുങ്ങുന്നതാണ് മിക്കവാറും കാണാറുള്ളത്. വലിയവരാണെങ്കിലും ഭക്ഷണം കൂടുതൽ ചവച്ചരക്കാതെയാണ് കഴിക്കുന്നത്. അപ്പം ഇതാണ് ഒരു മെയിൻ റീസൺ ആയിട്ട് പറയപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കും തോറും വെള്ളം കുടിക്കുന്നത്. നോർമലി നമ്മൾ അരമണിക്കൂർ മുന്നെയോ, ഭക്ഷണം കഴിക്കുന്നതിനും അരമണിക്കൂർ മുന്നെയോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് അരമണിക്കൂർ ശേഷമോ ആണത്രേ വെള്ളം കുടിക്കേണ്ടത്. നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് തന്നെ 50% നമ്മളെ ഭക്ഷണത്തിൻ്റെ ദഹനം നടക്കും. ബാക്കിയുള്ള ദഹനം മാത്രമേ നമ്മളെ ശരീരത്തിന് അകത്തുനിന്ന് നടക്കുന്നുള്ളൂ. അപ്പം നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നത് മൂലം നമ്മളെ ഗ്യാസ്ട്രോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള കാരണം വളരെ കുറയുന്നു. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളാണ് പൊട്ടറ്റോ, അതേപോലെ ട്യൂബേഴ്സ്, മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്നിവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ എടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ഇൻ്റർവെൽ ഉണ്ടല്ലേ, മാക്സിമം 6 hours നമ്മൾ മീൽസ് കഴിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് കയറിയാൽ നെക്സ്റ്റ് ലഞ്ച് കഴിക്കുന്നത് 3 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതും ഗ്യാസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുമത്രേ. അപ്പം നമ്മൾ മിക്ക ചില ഇടവേളകളിലുള്ളിൽ തന്നെ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ രാത്രി വൈകി ഫുഡ് കഴിക്കുന്നതും ഗ്യാസ് ഉണ്ടാക്കാനുള്ള പ്രോബ്ലംസ് കൂട്ടുമെന്നാണ് പറയപ്പെടുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു കൂട്ടം മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിയ റിപ്പോർട്ടിൽ നിന്നും പറയപ്പെടുന്നത്, രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് പോലും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ്. രാത്രി വൈകി ഭക്ഷണം കഴിച്ച് ഒരാൾ മരണപ്പെട്ടതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത് രാത്രി വൈകി ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തിയത്രേ. അപ്പം നമ്മൾ ചില ഒക്കേഷണലി ഒക്കെ നമ്മൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് വലിയ പ്രോബ്ലംസ് അല്ല. എന്നാലും അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാക്കി മാറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചില ഇടവേളകളിൽ എണീറ്റ് നടക്കുവാനും, അതേപോലെ കണ്ടിന്യൂസ് വ്യായാമം ചെയ്യാൻ, വീട്ടിലെത്തിയതിനു ശേഷം സ്ഥിരമായി ജിമ്മിൽ പോകുവാനും അല്ലെങ്കിൽ കൃത്യമായി വ്യായാമം ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേറെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, സിറ്റിംഗ് ഈസ് ദ ന്യൂ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് എന്ന് കേട്ടിട്ടില്ലേ?
സ്മോക്കിംഗ് പോലെ തന്നെ ശരീരത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ സിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ റെസ്റ്റ് എടുക്കുന്നത്, കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ പോയി ഇരിക്കുന്നതിന് പകരം ചെറിയൊരു നടത്തം, ചെറിയൊരു ലൈറ്റ് വാക്ക് ഒക്കെ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, വയറിന് ടൈറ്റായി ഡ്രസ്സ് ധരിക്കുന്നത് ഒഴിവാക്കുക, കൃത്യമായി ഫുഡ് കഴിക്കുക, രാത്രി ലേറ്റായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയും നമുക്ക് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള, അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ തന്നെയും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണെന്ന് ഒന്നുകൂടെ പറയട്ടെ. അപ്പം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോസിനായി എല്ലാവരും കാത്തിരിക്കണം. ബൈ ബൈ.